ബാബു, അല്പം മുമ്പ് ഞാൻ കണ്ട ഒരു ദേശീയ ചാനലിൽ BJP-യുടെ വക്താവ് പറയുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് എത്രയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 400 പാർ എന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് ലഭ്യമായ എല്ലാ ടെലിവിഷൻ ചാനലുകളുടെ സ്ക്രീനുകളിലും തെളിയുന്ന ദൃശ്യം എന്ന് പറയുന്നത് BJP ഇപ്പോഴും 300 മാർക്കിലേക്ക് എത്താൻ ഇനിയും സീറ്റുകൾ വേണം എന്നുള്ള നിലയിലാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ചാനലുകൾ നടത്തിയ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ 400+ സീറ്റുകൾ ഒക്കെ പറഞ്ഞ ചാനലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് ഹാഫ് വേ മാർക്ക് പിന്നിടുമ്പോൾ ഏതാണ്ട് പകുതിയോളം എണ്ണി എന്നൊക്കെ നമുക്ക് കണക്കുകൂട്ടാം. കേരളത്തെ അപേക്ഷിച്ച് വളരെ പതുക്കെയാണ് വടക്കേ ഇന്ത്യയിലെ വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുന്നത്. എന്തായാലും ഒരു ട്രെൻഡ് കാണിക്കുന്നത് അത്ര എളുപ്പത്തിൽ 400 പാർ എന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ്, അതൊരിക്കലും നടക്കാത്ത സ്വപ്നമാണ്. പക്ഷേ BJP ഇപ്പോൾ 240 സീറ്റുകൾ മാത്രമാണ്, 272 എന്ന മാജിക് നമ്പറിന് വളരെ താഴെയാണ്. BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. NDA-ക്ക് ഇപ്പോൾ ഉള്ള നിലയിൽ NDA മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള നിലയാണുള്ളത്. പക്ഷെ വലിയൊരു കുതിപ്പ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നു. ആ കുതിപ്പിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാൻ പറ്റുക? അതായത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ കേരളത്തിൽ മാത്രമാണ് ശരിക്കും ഇതൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സത്യം. അതായത് പലപ്പോഴും ഈ BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്ന സമയത്ത് തെറിയുടെ അഭിഷേകമാണ് ശരിക്കും കേരളക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയം, യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ്. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ ശരിക്കും. അതായത് ഈ BJP സർക്കാർ അല്ലെങ്കിൽ BJP-യുടെ നേതൃത്വത്തിൽ അത് എല്ലാ അവരുടെ ഘടകകക്ഷികളൊക്കെ ഇപ്പം എന്താണ് പറയാ, അവരൊക്കെ സംഘപരിവാർ ഉണ്ടാക്കിയിട്ട് ഒരു സാധനം ഇവിടെ ഉണ്ട്, അത് പോയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ എഫക്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാധനം വേണ്ട നാം സംസാരിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കില്ല എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. കാര്യം സംഘപരിവാർ ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നമുണ്ട് ഇവിടെ ശരിക്കും, അത് മതമാണ് ശരിക്കും. ആ മതം ശരിക്കും മതത്തിന്റെ പോയിസൺ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അത് മതം പോയി ഇന്ത്യയുടെ ഡെവലപ്മെന്റ്, മതമാണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എന്ന് വിചാരിക്കുന്ന ആളുകളാണുള്ളത്. നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് പറയാൻ കാരണം പലപ്പോഴും ഈ നരേന്ദ്രമോദി, ഞാൻ എന്റെ പല സുഹൃത്തുക്കളോടൊക്കെ എന്നോട് ചോദിക്കും ഇങ്ങനെ എങ്ങനെയായിരിക്കും, അടുത്ത തവണ വീണ്ടും വരും എന്നാണ് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു എഫക്ട് പോയിട്ടില്ല. നമ്മളെപ്പോഴും ഈ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തെറി മാത്രമാണ് ചിലപ്പോൾ കിട്ടുക. അപ്പൊ എന്താ വെച്ചാൽ ഈ കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളം വിട്ട എവിടെയും ഒരു ഇപ്പൊ ബാബു പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. കേരളത്തിൽ തന്നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ തൃശ്ശൂരിലും തിരുവനന്തപുരത്തിന്റെ ലീഡ് ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്ക് ഈ നില തുടരാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും NDA ഒരു ഘട്ടത്തിൽ 2 സീറ്റ് ലീഡ് ചെയ്തു എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒട്ടും ഈ പറയുന്ന ഹിന്ദുത്വയുടെ കാര്യത്തിലോ മതവർഗീയതയുടെ കാര്യത്തിലോ കേരളവും ആ മട്ടിലേക്ക് ചില ഇടങ്ങളിലെങ്കിലും ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് അത് തന്നെയല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞ ചർച്ച പറഞ്ഞ എന്താ, അതായത് കേരളത്തിൽ വരെ ഈ സംഭവം സംസാരിച്ചു, മതം സംസാരിക്കാൻ തുടങ്ങി, മതം സംസാരിക്കുന്നതാണ്. അതേസമയം വടക്കേ ഇന്ത്യയിലെ BJP-യുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള, അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോതിൽ സീറ്റ് നൽകിയിട്ടുള്ള ഉത്തർപ്രദേശ് ഉൾപ്പെടെ അവിടെ ഇന്ത്യ സഖ്യം വളരെ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ഒരു ഘട്ടത്തിൽ NDA-യേക്കാൾ മുന്നിലെത്തുകയും ഇപ്പോഴും ആ നില തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇതിൽ 2 കാര്യമുണ്ട്. നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉത്തർപ്രദേശൊക്കെ ശരിക്കും ഈ BJP-യുടെ ഭരണം ആസ്വദിച്ചറിഞ്ഞ ആളുകളാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഭരണം ആസ്വദിക്കുന്നിടത്ത് ഇവർക്ക് തളർച്ച ഉണ്ടാകുന്നുണ്ട്. അല്ല, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഇപ്പോൾ അദ്ദേഹം നല്ല തരത്തിൽ ലീഡ് വന്നിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ 4000-ലധികം വോട്ടിന് പിറകിൽ പോകുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വഗുരു വരുന്ന രീതിയിലേക്ക് വന്നു. സ്മൃതി ഇറാനി എന്ന് പറയുന്ന അവരുടെ സ്റ്റാർ സ്ട്രൈക്കർ രാഹുൽ ഗാന്ധിയെ മലർത്തിയടിച്ച സ്മൃതി ഇറാനി ഇപ്പോഴും പുറകിലാണ്. അപ്പൊ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ നിലയിലുള്ള ഏകോപിപ്പിച്ച ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടായി. അവിടെ 7-8 സീറ്റുകളിൽ അവിടെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സമാജ്വാദി പാർട്ടി വലിയ തോതിൽ മുന്നോട്ട് വന്നു. UP-യുടെ ചിത്രം അങ്ങനെയാണ്. മഹാരാഷ്ട്രയിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനാധിപത്യത്തെ ഏതൊക്കെ തരത്തിൽ കൊന്നുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നോക്കണം. ആ 2 പാർട്ടികളെയും, മറാത്ത പാർട്ടികളെയും 2നെയും സ്പ്ലിറ്റ് ചെയ്തു. ആ 2 പാർട്ടികൾ പുതിയതായി അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ അംഗീകരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനം പറഞ്ഞു ഇതാണ് യഥാർത്ഥത്തിലുള്ള പാർട്ടികൾ എന്ന് പറയുന്ന രീതിയിലേക്ക് NDA-ക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഈ മഹാരാഷ്ട്രയിലെ ഫലം പുരോഗമിക്കുന്നത്. രാജസ്ഥാനിൽ നിങ്ങൾ എടുത്തോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ വലിയ തോതിൽ നേട്ടമുണ്ടാക്കി ഭരണത്തിലേക്ക് വന്ന BJP അവിടെ വലിയ ഫൈറ്റാണ് അവിടെ കോൺഗ്രസ് കൊടുക്കുന്നത്.
ഞാൻ പറയുന്നത് ഹിന്ദി ഹൃദയഭൂമിയാണല്ലോ യഥാർത്ഥത്തിൽ BJP അധികാരത്തിലേക്ക് കയറ്റിയിരുന്നത്. ഏതാണ്ട് 200-250 സീറ്റൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷെ ആ ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ അവർക്ക് നഷ്ടമുണ്ടാകുന്നു. BJP പറഞ്ഞൊരു നറേറ്റീവ് കൂടെ ശരിയാവുന്നുണ്ട് കേട്ടോ. എന്താണ് ആ നറേറ്റീവ്? ഞങ്ങൾക്ക് വടക്ക് നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഞങ്ങൾ കിഴക്കും തെക്കുമായി ഞങ്ങൾ നേടിയെടുക്കും. അതിന്റെ ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. കിഴക്ക് നമ്മൾ വന്നാൽ ഒഡീഷയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം, കിഴക്ക് നമ്മൾ നോക്കിയാൽ ഒഡീഷയിൽ വലിയ മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിഞ്ഞു. തെക്ക് തെലങ്കാനയിലും ആന്ധ്രയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ പോലും 2 സീറ്റ് ലഭിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നു. തമിഴ്നാട്ടിൽ പക്ഷെ അവർ ഉദ്ദേശിച്ച പോലെ അണ്ണാമലയ്ക്ക് പോലും പിന്നെ ഒരു ബൂത്തിൽ പോലും അദ്ദേഹത്തിന് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ നേരത്തെ പടിഞ്ഞാറും വടക്കുമൊക്കെയായി വ്യാപിച്ചു കിടന്ന അതിശക്തമായ സ്വാധീനത്തെ അവർക്ക് തെക്കോട്ടും അല്ലെങ്കിൽ കിഴക്കോട്ടുമൊക്കെയായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അവരെ ഇപ്പോൾ ഈ പറയുന്ന 300-ൽ താഴെ സീറ്റുകളിലേക്ക് NDA പിടിച്ചു നിർത്തുന്ന ഘടകം. നേരത്തെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥ തുടരുമായിരുന്നുവെങ്കിൽ BJP വളരെ ദയനീയമായി പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. വടക്കേ ഇന്ത്യയിൽ ഈ പറയുന്ന വർഗീയ അജണ്ട ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അതിശക്തമായ പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വലിയ തോതിൽ വർഗീയത ഇളക്കി വിട്ടുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് മാറാൻ നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു എന്ന് നമ്മളിവിടെ പരിശോധിക്കുകയാണ്. ആ ഘടകം പോലും വേണ്ടത്ര അവസാനം ഏറ്റെടുക്കാത്ത നിലയിലേക്ക് പോയത് കൊണ്ടാണ് ഇപ്പോഴും 300 മാർക്ക് കടക്കാൻ കഴിയാതെ BJP നിൽക്കുന്നത്, NDA നിൽക്കുന്നത്. BJP 240 സീറ്റിലാണ്. നേരത്തെ BJP ഏക ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം 272 മാർക്കിന് പുറത്തുണ്ടായിരുന്നു. അപ്പൊ ആ നിലയിൽ നിന്നാണ് BJP ഇപ്പോൾ താഴോട്ട് പോകുന്നത്, NDA ഇപ്പോൾ താഴോട്ട് പോരുന്നത്. തീർച്ചയായും ഭരണവിരുദ്ധ വികാരം വരുന്ന രീതിയിലേക്ക് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാര്യം പറയുന്നത് ഇത് ഇന്ത്യയിലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാർലമെന്റിൽ ഒരു 10, 200, 250ഓളം പ്രതിപക്ഷ MP-മാർ ഇരിക്കുന്ന ഒരു കാഴ്ച എത്ര മനോഹരമായ കാഴ്ചയായിരിക്കും. ജയിച്ചോ ജയിച്ചില്ല എന്നുള്ളത് പോട്ടെ, ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു നമുക്കറിയില്ല അവസാന ഘട്ടത്തിൽ. തീർച്ചയായും അത്തരം രീതിയിലേക്കല്ല ഞാൻ പറയുന്നത്. ഈ 300 കടക്കാനാവാതെ ഇപ്പോഴും 300 കഷ്ടിച്ച് കടക്കും എന്ന് വിചാരിക്കുന്നു. 300 എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് 270 ടു ഒരു 310 എന്നൊക്കെയാണ് ഞാൻ താങ്കളോട് പങ്കുവച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വിലക്കയറ്റം മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്നും വാങ്ങാത്ത ഉപയോഗിക്കാത്ത ആളുകളൊക്കെ അന്യ സംസ്ഥാനത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളിലേക്ക്. ഇപ്പോ BJP ജയിക്കുമെന്ന് പറയുമ്പോൾ തെറി പറയുന്ന രീതിയിലേക്കൊക്കെ പറയുന്നത് മാധ്യമങ്ങൾക്ക് വേണം എന്ത് വേണം തള്ളാം ശരിക്കും, പക്ഷെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ശരിക്കും വരണം. BJP ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡിനെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുമെങ്കിൽ അത് മോദിക്ക് വഴങ്ങിക്കൊടുത്ത, മോദിക്ക് മുമ്പിൽ കുമ്പിട്ട് നിന്ന ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ മസ്തകത്തിന് കിട്ടിയ അടിയാണ്. തീർച്ചയായും. അപ്പോ ഈ സർവേ എന്ന് പറയുന്ന സാധനം വെറും കറക്കിക്കുത്താണെന്ന് ശരിക്കും മനസ്സിലായി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട വിഷയം യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. കാര്യം ഇത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സംഭവം ശരിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടില്ല എന്ന് സുധാകരൻ പറഞ്ഞപ്പോൾ കുറെ ആളുകൾ അദ്ദേഹത്തെ ട്രോളി. സത്യം അതാണ്. ശരിക്കും ഇന്ത്യ സഖ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് വരാനായിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനയും കാണിക്കുന്നത്. പക്ഷെ ഇന്ത്യ സഖ്യം നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാര്യം ഒരു 228 ഇപ്പോഴത്തെ നില വെച്ചോ 297, 228 200 സീറ്റിന് മുകളിൽ കയറാൻ കഴിഞ്ഞു തന്നെ അവരുടെ നല്ല രീതിയിലേക്കുള്ള പ്രവർത്തനം തന്നെയാണ്. പക്ഷെ അത് കുറച്ച് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസിന്റെ ഒരു വളർച്ചയാണ്. കോൺഗ്രസിന് 44 സീറ്റിൽ നിന്ന് 52 സീറ്റിലേക്ക് വളരെ അത് കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പരാജയത്തിൽ നിന്ന് ഇപ്പോൾ സീറ്റിന്റെ മാർക്ക് കടക്കും. രാഹുൽ ഗാന്ധിയുടെ ഒരു പങ്കും ഐതിഹാസികമായ യാത്രകളും നിർണായകമായ പങ്കുവഹിച്ചു ആയിട്ടില്ല. ശരിക്കും ഇന്ത്യ ശരിക്കും BJP തന്നെ ഭരിക്കും. മറ്റുള്ള ഇന്ത്യ സഖ്യം ശരിക്കും BJP തന്നെ ഭരിക്കും. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം ശരിക്കും ഇന്ത്യ ഭരിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് സുധാകരന്റെ പ്രസ്താവന തന്നെയാണ് ഓർപ്പിക്കുന്നത്. ബാക്കിയുണ്ട് എങ്കിലും സുധാകരന്റെ ആ പ്രസ്താവന ഉണ്ട്, ഇന്ത്യ മുന്നണി ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടില്ല എന്നുള്ള പ്രസ്താവന. അത് ശരിക്കും ഒഴിവാക്കാൻ വയ്യാത്തൊരു പ്രസ്താവന തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു തന്നെയാണ് ശരി. അദ്ദേഹത്തെ പല ആളുകളും ട്രോൾ ചെയ്യുന്നു. പക്ഷെ ആ ട്രോൾ ചെയ്തതിന്റെ യഥാർത്ഥ ചിത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.